ദൈവനാഥത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രൂസിലെ 7 മൊഴികളുടെ ധ്യാനമാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. ചരിത്രകാരന്മാരായ ജോസിഫസും സൈറസും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മരണത്തോടടുക്കുന്ന ആ സമയം പറയുന്ന വാക്കുകൾക്ക് പ്രസക്തിയേറും. അത് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ആകത്തുകയായിട്ട് തീരുന്നു. ഒന്നാമത്തെ മൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അത് ക്ഷമയുടെ വചനം. രണ്ടാമത് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. രക്ഷയുടെ വചനം. മൂന്നാമത് പറയുന്നു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, മകനെ, ഇതാ നിന്റെ അമ്മ. സ്നേഹത്തിന്റെ വചനം. നാലാമത് യേശു വിലപിക്കുന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. ആത്മീയ കഷ്ടത വചനം. അഞ്ചാമത് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. അത് ഭൗതിക കഷ്ടത വചനമാണ്. ആറാമത് പറയുന്നു, എല്ലാം നിവൃത്തിയായി. അത് വിജയത്തിന്റെ വചനമാണ്. അവസാനത്തെ വഴി, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു. സമർപ്പണത്തിന്റെ വചനം. അവനെ ക്രൂശിക്ക, ക്രൂസിഫൈ ഹിം എന്ന് ആർത്ത അതേ ജനം തന്നെയാണ് ഒരാഴ്ച പുറകിൽ ഹേൽ ദി കിങ് ഓഫ് ഇസ്രായേൽ, ഹോസന്ന എന്ന് പാടിയത്. ഈ മനംമാറ്റം എങ്ങനെയുണ്ടായി? അതാണ് ലോകം. രക്ഷയുടെ സന്ദേശകനെ തിരസ്കരിച്ച ജനം, അവനെ ഞങ്ങൾക്ക് വേണ്ട, പകരം ബർബാസിനെ മതി എന്ന് ആർക്കുന്ന ജനം, കള്ളനും കൊലപാതകയുമായ ബർബാസിന്റെ ആളുകൾ കൂടി വരുന്നു. ഞങ്ങളും ബർബാസും രക്ഷപ്പെടട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് നിർദോഷിയായ നിഷ്കളങ്കനായ കുഞ്ഞാടിന്റെ രക്തമാണ്, സത്യത്തിന് നീതിക്കും വേണ്ടി നിന്നവൻ ചാകട്ടെ എന്ന് ആക്കുന്ന ജനം. ഞാൻ നിനക്ക് വേണ്ടി എന്റെ ജീവനെ വെച്ചു കളയും എന്ന് വീമ്പ് അടിച്ച ഒന്നാമനായ പത്രോസും ഓടി ഒളിച്ചു. നിരപരാധിയായ ദൈവപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. കയ്യിലും കാലിലും പാണികൾ തുറച്ചു കയറി. ഉഴുതുപറിച്ചതുപോലെ മുതുക് മാറ്റപ്പെട്ടു. ആ കാൽവരിച്ചു മേട്ടില് ദൃക്സാക്ഷികളായിട്ട് ഏതാനും സാധു സ്ത്രീകൾ മാത്രം. ആദ്യ നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജീവിച്ചിരുന്നതായ ഒരു രാജാവ് ക്രിസ്തുവിന്റെ ക്രൂശാരോഹണം കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ശത്രുക്കളെല്ലാം കൊന്ന് യേശുവിനെ രക്ഷിച്ചുകൊണ്ട് പോരുമായിരുന്നു. വചനം അല്പം കൂടി പഠിച്ചപ്പോൾ അത് തിരുത്തി ഇങ്ങനെ പറഞ്ഞു, ക്രൂശിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കുമായിരുന്നു, യേശുവിന് ഞാൻ സംരക്ഷണം നൽകുമായിരുന്നു എന്ന് മാറ്റി പറഞ്ഞു. എന്നാൽ വചനം ആഴത്തിൽ പഠിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്രൂശിൽ ഞാനും കൂടി കർത്താവിനോട് കൂടി ക്രൂശിക്കപ്പെടുമായിരുന്നു. ഷെയറിംഗ് ദി ക്രോസ്, അതാണ് ക്രൂശിന്റെ സാരവും. ക്രൂശീകരണത്തെ നയിച്ച സംഭവങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാം. യഹൂദന്മാരുടെ ഗൂഢാലോചന, പണം കൈപ്പറ്റുന്ന യൂദ, അന്ത്യത്താഴവും പത്രോസിന്റെ തള്ളിപ്പറിച്ചിലും യേശു പ്രവചിക്കുന്നു. ഗെത്സമനയിലെ വ്യത,
അറസ്റ്റ് ഓഫ് ജീസസ്. ശിഷ്യന്മാർ ഓടി ഒളിക്കുന്നു. 5 കോടതികളിൽ മാറി മാറി യേശുവിനെ വിസ്തരിക്കുന്നു. ആദ്യം ഹന്നാവ്, പിന്നെ കയ്യഫാവ്, പിന്നെ ന്യായാധിപ സംഘം, പീലാത്തോസ്, വീണ്ടും ഹേരോദാവ്, അവസാനം പീലാത്തോസിന് മുന്നിൽ നിൽക്കുന്ന യേശു. ഈ 5 കോടതികൾ യേശുവിനെ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും അവർക്ക് കാണുവാൻ സാധിച്ചില്ല. പിന്നെ എന്തിന് അല്ലെങ്കിൽ എങ്ങനെ യേശു ക്രൂശിക്കപ്പെട്ടു? അല്ല, യേശു ക്രൂശ് സ്വയം എടുക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? പാവങ്ങളായ എനിക്ക് നിൽക്കും വേണ്ടി, എന്റെയും നിന്റെയും നിത്യജീവന് വേണ്ടി. അതാണ് ക്രൂശിന്റെ മഹത്വം, അതാണ് ക്രൂശിന്റെ സ്നേഹം. ഒരു കാന്തശക്തി പോലെ ആർഷിക്കുന്നത് ആ സ്നേഹം തന്നെയാണ്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തോർത്തു പോകുന്നെന്നിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? യേശു പറഞ്ഞ 3ാമത്തെ വഴി ആണ് ഇപ്പോൾ ഇവിടെ ചിന്തിക്കുന്നത്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ; മകനെ, ഇതാ നിന്റെ അമ്മ. ആ കാൽവറി മേട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ക്രൂശനായ കർത്താവിന്റെ സമീപത്ത് കരഞ്ഞു വിലപിച്ചു നിൽക്കുന്നതായ അമ്മ മറിയ, അമ്മയുടെ സഹോദരിയായ ക്ലയോപ്പാവിന്റെ ഭാര്യയായ മറ്റൊരു മറിയ, 3ാമത്തെ ആളും മറിയ തന്നെ, മഗ്ദലക്കാരി മറിയ. അല്പമകലെയായിട്ട് ഇതെല്ലാത്തിനും ദൃക്സാക്ഷിയായി നിൽക്കുന്ന ഒരേ ഒരു ശിഷ്യൻ യോഹന്നാൻ. യേശുക്രിസ്തു മാറി മാറി ഇവിടെ കണ്ണുകളിലേക്ക് നോക്കി. മറ്റെല്ലാ ശിഷ്യന്മാരും ഓടി ഒളിച്ചപ്പോൾ ഇവരെന്തുകൊണ്ട് ഓടിയില്ല? കാരണം അവർക്ക് ഭയമില്ല. സ്നേഹം ഭയത്തെ കീഴടക്കി. യേശു കർത്താവ് വീണ്ടും തന്റെ അമ്മ മറിയയുടെ മുഖത്തേക്ക് നോക്കി, ആ കണ്ണുകളിലേക്ക് നോക്കി. ഒരു വാൾ നിന്റെ ഹൃദയത്തിൽ കൂടി കടക്കും എന്ന് ശിമയോൻ പറഞ്ഞ കാര്യം ഒരു കൊള്ളിയാൻ പോലെ ആ മറിയുടെ ഹൃദയത്തിൽ കൂടി കടന്നുപോയി. തന്റെ അമ്മയ്ക്ക് ഒരു സംരക്ഷണം നൽകുവാൻ മറ്റാരുമില്ലല്ലോ എന്ന് യേശുക്രിസ്തു ഓർത്തു. തന്റെ സഹോദരന്മാരെക്കാളും വിശ്വസ്തനായി ക്രിസ്തു അകലെ നിൽക്കുന്ന യോഹന്നാനെ കണ്ടു. ആ യോഹന്നാനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. അമ്മ മറിയോട് പറയുന്നു, ഇതാ നിന്റെ മകൻ. വചനം വായിക്കുന്നു. ആ നാഴിക തന്നെ ആ ശിഷ്യൻ ആ അമ്മയെ കൈക്കൊണ്ടു. മറ്റൊരു വിധത്തിൽ എങ്ങനെയാണ്? Women, here is your son. Look, here is your son. യോഹന്നാനോട് പറയുന്നു, ലുക്ക്, ഹിയർ ഈസ് യുവർ മദർ. ലോകബന്ധങ്ങളെക്കാളും അമ്മയായി തീർന്നതും മകനായി തീർന്നതും സ്നേഹത്തിന്റെ അളവ് വെച്ചാണ്. നമ്മുടെ മാതാപിതാക്കളെ നാം എപ്രകാരം കരുതണം, എപ്രകാരം അവരെ സംരക്ഷണം ചെയ്യണം എന്ന് ക്രിസ്തു നമുക്ക് മാതൃകയാകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം വരെ ഈ യോഹന്നാനെ നമ്മൾ കാണുന്നുള്ളൂ. പിന്നീട് നാം യോഹന്നാനെ കാണുന്നത് വയോധികനായ പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവിലായിരിക്കുന്ന യോഹന്നാനെയാണ്. അതിന്റെ അർത്ഥം ആ മറിയയുടെ മരണം വരെ ആ ശിഷ്യൻ സംരക്ഷണം നൽകുന്നതാണ്. എന്നാൽ ആ ശിഷ്യൻ വീണ്ടും ദൈവവേലയിൽ ഉത്സുകനായിരിക്കുന്നതായ കാഴ്ചയാണ് നാം പത്മോസിൽ കാണുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.